ഹലോ, ദിസ് ഈസ് ഡോക്ടർ ഗോപകുമാർ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് ഫോബിയാസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് ഭയപ്പാടുകൾ, അതിശക്തമായ ഭയപ്പാടുകൾ. ഭയം വേണം വേണ്ടെന്നല്ല, അതിശക്തമാകുമ്പോൾ അത് ഒരു രോഗാവസ്ഥയിലോട്ട് ചെന്ന് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നോർമൽ ലൈഫ് ബാധിക്കപ്പെടും. എക്സാമ്പിൾ, സോഷ്യൽ ഫോബിയ. അതായത് സോഷ്യൽ ഫോബിയ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു സോഷ്യൽ എൻവയൺമെന്റ്, അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൽ, അല്ലെങ്കിൽ 2-3 പേര് നിൽക്കുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ അവിടെ ഒരു കാര്യം നടക്കുന്നു, സോഷ്യലി മറ്റുള്ളവർ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവർക്ക് പോയി നിൽക്കുവാനും സംസാരിക്കുവാനും ഉള്ള ഒരു അതിശക്തമായ ഒരു ഭയം. അവരെന്ത് ചെയ്യുന്നു? ആ സിറ്റുവേഷനിൽ പോകില്ല. ഒരു ബർത്ത്ഡേ പാർട്ടി ആവട്ടെ, ഒരു സ്പീച്ച് ആവട്ടെ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ആവട്ടെ, ഒരു റിസപ്ഷൻ ആവട്ടെ, ഒന്നിൽ കൂടുതൽ ആൾക്കാർ നിൽക്കുന്ന സ്ഥലത്ത് ഇവർക്ക് പോയി നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അവരവിടെ വരില്ല. അവർ ഒരു വിഡ്രോവൽ അടിച്ച് പോയിൽ നിൽക്കുന്ന ഒരവസ്ഥ. അത് അതിശക്തമായ ഒരു സോഷ്യൽ ഫോബിയാണ്. അത് അവരുടെ ഡെയിലി റൊട്ടീൻ ലൈഫിനെ ബാധിക്കും. ഒന്ന്. നമ്പർ 2, അബ്ലൂട്ടോഫോബിയ. അബ്ലൂട്ടോഫോബിയ എന്ന് പറയുന്നത് കുളിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, ബോഡി വാഷ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഫേസ് വാഷ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്, ക്ലീനിങ്, തൻ്റെ ബോഡി ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അതിശക്തമായ ഭയം അവിടെ വരുന്നു. ബാത്റൂമിൽ പോകുമ്പോൾ വെള്ളം ശരീരത്തിൽ വീഴുമ്പോൾ അതിശക്തമായ നെഗറ്റീവ് തോട്ടുകൾ അവിടെ വരുന്നു. ഞാൻ ചറുക്കി വീഴുമോ, ഈ ഷോക്ക് ആവുമോ, ഇത് നമ്മൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം ഹോട്ടായിട്ട് വരുമോ, എൻ്റെ ശരീരം വേദന എടുക്കുമോ, അങ്ങനെ അവർക്കൊരു ബ്രീത്ത് കിട്ടാത്ത ഒരവസ്ഥ കുഞ്ഞിലേ തുടങ്ങി അതിന് കറക്റ്റായ ഒരു സപ്പോർട്ട്, സൈക്കോളജിക്കൽ സപ്പോർട്ട് ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു മെഡിക്കേഷൻ ഇല്ലാതെ പോയാൽ തീർച്ചയായിട്ടും അത് വലുതാവുമ്പോഴും കുളിക്കാനുള്ള ഭയപ്പാടുകൾ വരും. അത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലോട്ട് പോയി ചേരാം. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ഒരു കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി കൊടുക്കുകയും അത്യാവശ്യത്തിന് മെഡിസിൻ കൊടുക്കുകയും അവർക്ക് വേണ്ടത് ഒരു സപ്പോർട്ടാണ്, ഒരു സാന്ത്വനമായ ഒരു ചികിത്സയാണ്. ഒരിക്കലും അവരെ നമുക്ക് ഒരു കുറ്റപ്പെടുത്തി അവരെ തള്ളിക്കളയേണ്ട. അവരെ ചേർത്ത് പിടിക്കുക, അവരോടൊരു സഹാനുഭൂതി കാണിക്കുക, അവർക്ക് ഈ പ്രോബ്ലത്തിൽ നിന്ന് പുറത്തു വരാൻ അവരെ മാനസികമായി ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. താങ്ക് യു വെരി മച്ച്.